എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉടുപ്പിയിലെ കണ്ണൻ വിശ്വാസികളുടെ ആശ്രയമാണ്. കാലങ്ങളായി തന്നെ ആശ്രയിക്കുന്നവർക്ക് മുന്നിൽ ആശ്വാസവും ഉത്തരങ്ങളുമായി നിൽക്കുന്ന ഉടുപ്പിയിലെ കണ്ണനെ പരിചിതമില്ലാത്ത വിശ്വാസികൾ കാണില്ല. പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഓരോ വർഷവും തേടിയെത്തുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം തെക്കേ ഇന്ത്യയിലെ പ്രധാന വിശ്വാസ സങ്കേതങ്ങളിൽ ഒന്നുകൂടിയാണ്. കർണാടകയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഉടുപ്പി മലയാളികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ്. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യർ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ഹൈന്ദവ താത്വിക സമ്പ്രദായമായ ദ്വൈതത്തിൻ്റെ ആചാര്യനായിരുന്നു ഇദ്ദേഹം. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. സംസ്കൃതത്തിലെ ഉഡു പാ എന്നീ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉടുപ്പി ആയതെന്നാണ് വിശ്വാസം. ഉഡു എന്നാൽ നക്ഷത്രമെന്നും പാ എന്നാൽ ഭഗവാൻ എന്നുമാണ് അർത്ഥം. പണ്ട് തനിക്ക് ലഭിച്ച ഒരു ശാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കുവാനായി ചന്ദ്രൻ ഇവിടെ എത്തി ശിവനോട് പ്രാർത്ഥിച്ചു അത്രേ. ചന്ദ്രന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ശിവലിംഗത്തിന്റെ രൂപത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ശിവലിംഗം ഇവിടെ ചന്ദ്രമൗലേശ്വര ക്ഷേത്രത്തിൽ കാണാം. അങ്ങനെ ചന്ദ്രൻ പ്രാർത്ഥിച്ച ഇടമാണ് ഉടുപ്പി ആയതെന്നാണ് വിശ്വാസം. ഈ കാണുന്നതാണ് ഗീതാ മന്ദിർ. 1993 ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ഇതിൻ്റെ തറക്കല്ലിട്ടത്. 1993 നേപ്പാൾ രാജാവ് ബീരേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. മിത്തുകളിൽ പറയും പ്രകാരം കൃഷ്ണന്റെ മാതാവായിരുന്ന ദേവകി കൃഷ്ണൻ മുതിർന്നപ്പോൾ ഒരിക്കൽ ആഗ്രഹമെന്നോണം കൃഷ്ണന്റെ കുട്ടിക്കാലം ഒന്നുകൂടി കാണിച്ചു തരണമെന്ന് കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. അമ്മയുടെ ആഗ്രഹാനുസരണം കൃഷ്ണൻ ബാലവേഷം പുൽകുകയും അമ്മയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട കൃഷ്ണന്റെ പത്നിയായ രുക്മിണി കൃഷ്ണനോട് ആ ബാല്യകാലത്തിലെ കൃഷ്ണന്റെ രൂപം വിഗ്രഹമായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദിവസേനയുള്ള രുക്മിണിയുടെ ആരാധനയ്ക്കായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ അപൂർവ വിഗ്രഹം അർജുനൻ ദ്വാരകയിലെ രുക്മിണിവന എന്ന പുണ്യസ്ഥലത്ത് നിക്ഷേപിച്ചു. ദ്വാപരയുഗത്തിന്റെ അവസാനം കൃഷ്ണൻ ഭൂമി വിട്ടുപോയപ്പോഴായിരുന്നു ഇത്. വിഗ്രഹം പൂജിച്ചിരുന്ന സമയത്ത് എന്നും ചന്ദന അഭിഷേകം ചെയ്തിരുന്നതിനാൽ വിഗ്രഹം മുഴുവൻ ചന്ദനത്താൽ മൂടിയിരുന്നു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ദ്വാരക കടലിൽ പൂർണ്ണമായി മുങ്ങുകയും ഒപ്പം വിഗ്രഹവും കടലിൽ മുങ്ങി. കടലിൽ മറഞ്ഞ കൃഷ്ണ വിഗ്രഹം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ ഒരു കടൽ സഞ്ചാരിക്ക് ലഭിക്കുകയും ചന്ദനക്കട്ടയാണെന്ന് കരുതിയ അയാൾ അത് കപ്പലിൽ സൂക്ഷിക്കുകയും ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കപ്പൽ മാൽപേ ബീച്ച് തുറമുഖത്തിനടുത്തുള്ള വടഭണ്ടേശ്വർ കടൽ തീരത്ത് വെച്ച് കടൽക്ഷോഭത്തിനിരയായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന മാധവാചാര്യൻ മനസ്സിലാക്കുകയും വിഷ്ണുവിനോട് കടലിനെ ശാന്തമാക്കുവാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒടുവിൽ കടൽ ശാന്തമായപ്പോൾ കരയിലെത്തിയ നാവികൻ ഗുരുവിനെ കാണുകയും സഹായത്തിന് പകരമായി കപ്പലിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഗുരു ആ ചന്ദനക്കട്ട എടുത്തു. പിന്നീട് ആ കട്ട പൊട്ടിച്ചപ്പോൾ കൃഷ്ണന്റെ അപൂർവ രൂപം ഇതിൽ നിന്നും ഉയർന്നു വന്നു. രുക്മിണി ആരാധിച്ചിരുന്ന അതേ ബാലകൃഷ്ണ വിഗ്രഹമാണിതെന്ന് മനസ്സിലാക്കിയ ആചാര്യൻ ഉടുപ്പിയിലെ തൻ്റെ മഠത്തിലേക്ക് വിഗ്രഹം കൊണ്ടുപോവുകയും തൻ്റെ ഭക്തരെ ബാധിക്കുന്ന എല്ലാ വേദനകളും പ്രതിബന്ധങ്ങളും നീക്കം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇത് പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. കൃഷ്ണപ്രതിഷ്ഠ നടത്തിയ ശേഷം മാധവാചാര്യർ തൻ്റെ ശിഷ്യരായ 8 സന്യാസിമാരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിവസേന ആരാധന നടത്താൻ നിയോഗിച്ചു. സന്യാസ സമൂഹത്തിൻ്റെ പതിവ് ചുമതലകളും ഇവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഈ ശിഷ്യന്മാരെ അഷ്ടമഠങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പേജോവർ മഠം, പുത്തികെ മഠം, പലിമരു മഠം, അടമരു മഠം, സോദേ മഠം, കണിയൂർ മഠം, ഷിരൂർ മഠം, കൃഷ്ണപുരം മഠം എന്നിവയാണ് 8 മഠങ്ങൾ. തുടക്കത്തിൽ 8 മഠങ്ങളിലെ സ്വാമിമാർ ക്ഷേത്രത്തിൽ 2 മാസം വീതം പൂജ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസിമാർക്ക് 2 വർഷത്തേനെയാണ് പൂജ നടത്തുവാനുള്ള അധികാരം. 16-ാം നൂറ്റാണ്ടിൽ സോദേ മഠത്തിലെ വാദിരാജ സ്വാമിയാണ് ഈ ആചാരത്തിന് തുടക്കമിട്ടത്. ശ്രീകോവിലിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. കയ്യിൽ തൈര് കലക്കുന്ന മത്ത് കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി.
യശോദ അണിയിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുമുണ്ട്. ശ്രീകോവിലിന്റെ പിന്നിലെ കിളിവാതിലൂടെ അലങ്കാരങ്ങളാൽ വിടർന്ന കണ്ണുകളോടെ നിൽക്കുന്ന കരിങ്കറുപ്പനായ കൃഷ്ണനെ കാണാൻ നല്ല ഭംഗിയാണ്. എന്തിനാ കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് ഭക്തർക്ക് പലർക്കും അറിയില്ലായിരിക്കും. ഭക്തിയുടെ മഹത്വവും കണ്ണന്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി ചിന്തകൾ കാരണം താഴ്ന്ന ജാതിക്കാരനായ കനകദാസന് അവിടുത്തെ ബ്രാഹ്മണർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ ആചാര്യനായിരുന്ന വ്യാസതീർത്ഥർ പറഞ്ഞിട്ടുപോലും അവർ കേൾക്കുവാൻ കൂട്ടാക്കിയില്ല. തന്മൂലം കനകദാസൻ കൃഷ്ണഭജന നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞു പോന്നു. ഇദ്ദേഹത്തിന്റെ കൃഷ്ണ നീ ബേഗനെ ബാരോ ഏറെ പ്രസിദ്ധമാണ്. ഒരിക്കൽ കനകദാസന്റെ കീർത്തനത്തിൽ ആകൃഷ്ടനായ കൃഷ്ണൻ കീർത്തനം കേട്ട പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞുവെന്നും ആ ഭാഗത്ത് ക്ഷേത്രഭിത്തി തകർന്ന് ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതിലൂടെ കനകദാസന് ദേവദർശനം ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഈ വാതിൽ ഇപ്പോൾ കനകന ദ്വാരം എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ബാലകൃഷ്ണനെ ഇവിടെ ദർശിക്കുന്നത് കനകദ്വാരത്തിലൂടെയാണ്. 9 ദ്വാരങ്ങളാണ് ഈ വാതിലിനുള്ളത്. ഇങ്ങനെ ദർശനം നടത്തിയാൽ ഐശ്വര്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ രാത്രി 9:30 വരെ തുറന്നിരിക്കും. ലോകപ്രസിദ്ധമായ ഉടുപ്പി രുചികളുടെ കേന്ദ്രവും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലാണ് ലോകപ്രശസ്തമായ ഉടുപ്പി രുചിയുടെ ഈറ്റില്ലമുള്ളത്. കൃഷ്ണന് മടുക്കാതിരിക്കുകയും മതിവരാതിരിക്കുകയും ചെയ്യുന്ന നിവേദ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സ്ഥലമാണിത്. ശീവള്ളി ബ്രാഹ്മണരാണ് ഇത് തുടങ്ങി വെച്ചത്. കാലക്രമത്തിൽ ഈ രുചി ക്ഷേത്രമതിൽക്കെട്ട് കടന്ന് ഉടുപ്പിക്ക് പെരുമ നൽകുന്ന തരത്തിലുള്ളതായി മാറി. ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായി പുറത്തേക്കുള്ള വഴിയിൽ വലിയ ഊട്ടുപുര കാണാം. ഭക്തർക്ക് മതിവരുവോളം നിവേദ്യങ്ങൾ ലഭിക്കും ഇവിടെ നിന്നും. മൃഷ്ടാന പങ്ക്തി എന്നാണ് ഈ പ്രസാദ ഊട്ടിനെ പറയുന്നത്. പ്രസാദം കഴിക്കും മുമ്പും ശേഷവും ഗോവിന്ദ എന്ന് പറഞ്ഞ് മനസ്സാ സ്മരിക്കണമത്രേ. ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിലെ സുവർണ ഗോപുരമാണ്. പല്ലിമരുമഠത്തിലെ സ്വാമി ക്ഷേത്രപൂജകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എടുത്ത നേർച്ച അനുസരിച്ചാണ് ഇവിടെ സുവർണ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും നടക്കുന്ന പര്യായ ആഘോഷത്തിൽ ക്ഷേത്രഭരണം അടുത്ത മഠ അധികാരികൾ ഏൽക്കുന്നു. മകരസംക്രാന്തി, രഥസപ്തമി, മാധവ നവമി, ഹനുമാൻ ജയന്തി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, നവരാത്രി മഹോത്സവം, ദസറ, നരക ചതുർദശി, ദീപാവലി, ഗീതാ ജയന്തി എന്നിവ പ്രധാന ആഘോഷങ്ങളാണ്. ക്ഷേത്രമുറ്റത്തെ ബ്രഹ്മരഥവും രഥോത്സവവും പ്രസിദ്ധമാണ്. വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന ഭണ്ഡാര വരുമാനവും അഷ്ടമഠങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവുമാണ് ക്ഷേത്ര ചെലവുകൾ നികത്തുന്നത്. ക്ഷേത്രത്തിന് വമ്പിച്ച ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും 1975-ലെ ഭൂപരിഷ്കരണ നടപടികളിൽ അവ ഏറിയ ഭാഗവും നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം അന്നദാനം ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് നല്ലൊരു ഗോശാല കൂടിയുണ്ട്. ക്ഷേത്രത്തിലേക്കും ഭക്ഷണശാലകളിലേക്കുമുള്ള പാലുൽപ്പന്നങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.